സജ്ജനങ്ങളെ ഏവർക്കും നമസ്കാരം. ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പഴമക്കാർ പറയും, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കണമെന്ന്. എന്താണ് രാഹു, എന്താണ് രാഹുകാലം? ഇന്ന് ഈ തലമുറയിലെ പലർക്കും ഈ കാര്യം അറിയില്ല. എല്ലാവരും രാഹുകാലം കഴിയാൻ കാത്തിരിക്കും, അല്ലെങ്കിൽ രാഹുകാലത്തിന് മുൻപേ കാര്യങ്ങൾ ചെയ്തു തീർക്കും. അതാണ് കണ്ടുവരുന്നത്. രാഹു എന്നത് ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സഞ്ചാരമാർഗത്തിലെ ഒരു ബിന്ദുവാണ്. സപ്തഗ്രഹങ്ങളെപ്പോലെ ആകൃതിയോ രൂപമോ ഹനമോ ഇതിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് രാശിചക്രത്തിൽ പ്രത്യേകം രാശികൾ നൽകിയിട്ടുമില്ല. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഛായാഗ്രഹം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സൂര്യൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സഞ്ചാരമാർഗം അടിസ്ഥാനമാക്കിയാണ് രാഹുകേതുക്കൾ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ സഞ്ചാരമാർഗം ഏകദേശം ദീർഘവൃത്തമാണ്. അതുപോലെ സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ സഞ്ചാരമാർഗം ഏകദേശം വൃത്തവുമാണ്. ഈ വൃത്തങ്ങൾ പരസ്പരം ചേരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ബിന്ദുക്കളിൽ മുകളിലത്തേത് രാഹുവും താഴെയുള്ളത് കേതുവും ആകുന്നു. മറ്റു ഗ്രഹങ്ങളുടെ ഗതിക്ക് വിപരീതമായിട്ടാണ് ജാതകത്തിൽ രാശിചക്രങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ രാഹുകേതുക്കളെ ഉൾപ്പെടുത്തുന്നത്. ചന്ദ്രനെയും സൂര്യനെയും രാഹു വിഴുങ്ങുന്നത് കൊണ്ടാണ് ഗ്രഹണം ഉണ്ടാകുന്നതെന്ന് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. രാഹുവിൻ്റെ ജനനത്തെപ്പറ്റിയും പുരാണത്തിൽ പല കഥകളും പറഞ്ഞു കേൾക്കുന്നു. രാഹുവിന് കടുത്ത കറുപ്പ് നിറവും ഭീകരമായ മുഖവുമാണുള്ളതെന്നും 4 കൈകളിലായി വാളും പരിചയും ശൂലവും സ്വർണ്ണ കിരീടവും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞിരിക്കുന്ന രാഹുവിൻ്റെ വാഹനം സിംഹമാണെന്നും പുരാണങ്ങളിൽ വിവരിക്കുന്നു. ഭാരതീയ ജ്യോതിശാസ്ത്രപ്രകാരം രാഹുഗ്രഹത്തിൻ്റെ ദശാകാലം 18 വർഷമാണ്. രാഹുർ ദശ പൊതുവെ എല്ലാവർക്കും മോശമായിരിക്കുമെന്നാണ് വിശ്വാസം. ഇക്കാലത്ത് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാൽ കഷ്ടകാലം കുറെയൊക്കെ ഒഴിഞ്ഞുകിട്ടും. ഛായാഗ്രഹമായ രാഹുവിനെ നിയന്ത്രിക്കുന്നത് ഭദ്രകാളിയാണെന്നാണ് വിശ്വാസം. രാഹുദോഷമുള്ളവർ ഭദ്രകാളിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. രാഹുകാലമെന്നത് നമ്മുടെ മുൻ തലമുറക്കാർ മുതൽ വിശ്വസിച്ചു പോരുന്ന ഒന്നാണ്. ഓരോ ദിവസത്തെയും 1.5 മണിക്കൂർ വീതമുള്ള 8 ഭാഗങ്ങളായി വിഭജിക്കുമ്പോൾ ഓരോ ദിവസവും രാഹുവിന് ആധിപത്യമുള്ള 1.5 മണിക്കൂർ, അതായത് 3.5 നാഴിക സമയമുണ്ട്. ഇത് ഓരോ ദിവസവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതതു ദിവസത്തെ സൂര്യോദയത്തെ കണക്കാക്കിയാണ് രാഹുകാലം നിർണ്ണയിക്കുക. നമ്മുടെ പഞ്ചാംഗത്തിലും കലണ്ടറിലും കൊടുത്തിരിക്കുന്ന രാഹുകാല സമയം വിലയിരുത്തി രാവിലെ 6 മണിക്കും അന്നത്തെ സൂര്യോദയ സമയത്തിന് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കണക്കാക്കുമ്പോൾ കിട്ടുന്ന സമയവും അതിൻ്റെ കൂടെ രാഹുകാലവും കൂടിക്കൂട്ടി വേണം അതത് ദിവസത്തെ രാഹുകാലം നിശ്ചയിക്കാൻ. യാത്ര പുറപ്പെടുമ്പോഴും ജ്യോതിഷ പ്രശ്നം നടത്തുമ്പോഴും രാഹുകാലത്തെ വർജിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് മിക്ക ആളുകളും എന്തിനും ഏതിനും രാഹുകാലത്തെ വർജിക്കുകയാണ് പതിവ്. അപ്പോൾ രാഹുവിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.